പിന്നെ ഞങ്ങളെ അകറ്റിക്കളഞ്ഞത് ആരാണ് എന്ന് ഓർത്തപ്പോഴാണ് കരച്ചിൽ വന്നത്. അപ്പൊ അകറ്റിക്കളഞ്ഞ ഏതോ ഒരു സാധനം ഉണ്ട് കൂടെ. അകറ്റിയത് ശരിയായിരുന്നുവെങ്കിൽ ഉപരെന്താ പറയേണ്ടിയിരുന്നത്? എന്തായാലും ഒരു അനുഗ്രഹമായി എന്നാ പിരിഞ്ഞ് മറ്റേ കൂറ്റമ്പാറ പറഞ്ഞായി. ഇതല്ല, ശംസുൽ ഉലമയുടെ പേരങ്ങ് പറഞ്ഞപ്പോ കരയുകയാണ്. അതിന്റെ മഹത്വം ആലോചിച്ചു. രണ്ടാമത് അന്ന് ചെയ്തത്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഹിയാവുസുന്ന ഒതുക്കുങ്ങലിൽ ഒരു കോളേജ് ഉണ്ട്, അതിന്റെ പ്രിൻസിപ്പൾ ആരാ? സുലൈമാൻ ഉസ്താദാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? അതിന്റെ നേരെ മുന്നിൽ തന്നെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാം, എന്നിട്ട് അതിന് ഹിയാവുസുന്ന എന്നെ പേരൂടുക. എന്നിട്ട് ഞാൻ പറയാം ഞാനാണ് യഥാർത്ഥ ഹിയാവുസുന്നയുടെ പ്രിൻസിപ്പൾ. എങ്ങനെ ഉണ്ടാവും? ആളുകൾ പറയില്ല എന്തൊരു ധിക്കാരാണ്, എനിക്ക് വേറെ ഏതെങ്കിലും ഉണ്ടാക്കിക്കൂടെ, ഇവിടെ തന്നെ വേണോ? എന്നാ അതിലേറെ പ്രശ്നം അത്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കുന്നു, ജനറൽ സെക്രട്ടറിയായി ശംസുൽ ഉലമ ഉണ്ട്. എന്നിരിക്കെ രണ്ടാളും ഉസ്താദുമാരുമാണ്. അവരിൽ നിന്ന് തെറ്റിപ്പോന്ന് അതേ പേരിൽ വേറൊരു സംഘടന ഉണ്ടാക്കി അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കാം. അത് ഓർക്കുമ്പോഴാ മൂപ്പർക്ക് കരയാൻ നിർബന്ധിതനായി പോകുന്നു. എന്ന് പറഞ്ഞാൽ 89-ൽ ഇറങ്ങിപ്പോന്ന് ഇത് രൂപീകരിച്ചത് മഹാ അബദ്ധമായി പോയി. ഇനി അതിന് നിലനിൽപ്പില്ലല്ലോ, അവിടുന്നല്ലേ അത് ഉണ്ടായത്. ഭഷ്ടപൂജ്യമായി എന്നർത്ഥം. മൂപ്പരന്നെ തുടങ്ങിയത് മൂപ്പരനാണ് തീർത്തു. അതാ പണ്ടായത്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ അതിന് പോകുന്നവരാണ് അധികവും. ആ കാലത്ത് നമ്മൾ കേട്ടിരുന്ന പല സംഗതികളും, 89-ലെ പിളർപ്പും അതിനോടനുബന്ധമായി നടന്ന കാര്യങ്ങളും, ഇതൊക്കെ ഇവർ പ്രചരിപ്പിച്ചത് കള്ളത്തരമായിരുന്നു. അടിത്തറ തന്നെ പൊളിഞ്ഞാൽ പിന്നെ ബാക്കി എന്തായാലും പൊളിയില്ലേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ഈ മലബാറിൽ പ്രത്യേകിച്ചും. എത്ര മഹല്ലുകൾ രണ്ടായി, പള്ളികളിൽ അടി നടന്നു, ഇന്നും പൂട്ടിക്കിടക്കുന്ന പള്ളികളുണ്ട്. കൊലപാതകം തന്നെ നടന്നു ഇവിടെ, ഊരുവിലക്കുകൾ സജീവമായി. ഇതൊക്കെ നടന്നതിന് ആ ഒരു അബദ്ധം ചെയ്തതിന്റെ പേരിലാണ്. ആ അബദ്ധം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ഉസ്താദിനെ അംഗീകരിച്ച് ആ നൃത്തം നിന്നിരുന്നുവെങ്കിൽ ഇപ്പറഞ്ഞ ഒരു ഫിതനയും ഇവിടെ ഉണ്ടാവില്ല. അതാ മൂപ്പർക്ക് കരച്ചിൽ വരുന്നത്. മൂപ്പര് പറയാതെ പറയുന്നത് എന്താ? ഞാൻ അത് വിട്ടിരിക്കുന്നു കേട്ടോന്നാണ്. ഈ സാധനം തന്നെ അബദ്ധമായി പോയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയിക്കോളി എന്നാ പറയുന്നത്. അതാണല്ലോ അതിന്റെ അർത്ഥം. പോലെ ചർച്ച ചെയ്യണം, ആ കരച്ചിൽ വിടേണ്ടില്ല എന്നതാണ്. നിങ്ങൾ വിചാരിച്ചല്ല നടക്കുക. എന്തിവിടെ നടക്കണമെന്ന് തീരുമാനിക്കുന്നവർ ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങളെ പിടുത്തത്തിലല്ല. ലൈവ് വേണ്ടാന്ന് തീരുമാനിച്ചു, പക്ഷേ വേണ്ട സാധനം കൊണ്ടുവന്ന്